ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 കുറച്ച് ഇമ്പോർട്ടൻ്റ് സ്കീമുകളെ കുറിച്ചാണ്. മത്സര പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സ്കീമുകൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് പഠിക്കാം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം എന്താണ്? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സ്നേഹഹസ്തം പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നത്? വനം വകുപ്പ്. വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ലക്ഷ്യമെന്താണ്? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സ്നേഹഹസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ലക്ഷ്യം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ലക്ഷ്യം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം. അടുത്തത് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ഏതാണ്? ജനനി. ജനനി എന്താണ്? വന്ധ്യതാ നിവാരണ പദ്ധതി. ഹോമിയോ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. ജനനി ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതാണ്. എന്താണ് ലക്ഷ്യം? വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ഏത്? ജനനി എന്ന് പറയുന്നത്. വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയായിരുന്നു സ്നേഹഹസ്തം. ലക്ഷ്യം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇനി അടുത്തത് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ പദ്ധതി. കെയർ പദ്ധതി എന്താണ്? കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. ലക്ഷ്യം അപൂർവ രോഗങ്ങൾക്കായുള്ള പരിചരണം. അപൂർവ രോഗങ്ങൾക്കായുള്ള പരിചരണം ലക്ഷ്യമിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ പദ്ധതി. എന്താണ് കെയർ പദ്ധതി? അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. എന്താണ് കെ ലിഫ്റ്റ്? പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് പദ്ധതി. കെ ലിഫ്റ്റ് പദ്ധതി ആർക്ക് വേണ്ടി വന്നതാണ്? കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി വന്നതാണ് കെ ലിഫ്റ്റ്. ഇനി അടുത്തത് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം. എന്താണ് വാർദ്ധക്യ സൗഹൃദ ഭവനം? മുതിർന്ന പൗരരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം. വാർദ്ധക്യ സൗഹൃദ ഭവനം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുതിർന്ന പൗരരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് എന്ത്? വാർദ്ധക്യ സൗഹൃദ ഭവനം. ക്വസ്റ്റ്യനും ആൻസറും ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. എന്താണ് കെ ലിഫ്റ്റ്? ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക്
ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് കണ്ടായിരുന്നു. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് എന്ന് നമ്മൾ ആദ്യം കണ്ടായിരുന്നു. അതുകൂടാതെ 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്നതാണ് കെ ലിഫ്റ്റിൻ്റെ ലക്ഷ്യം. എന്താണ് കെ ലിഫ്റ്റിൻ്റെ ലക്ഷ്യം? 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. ഇനി അടുത്തത്, രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതിയാണ് PM ഗതിശക്തി. ശ്രദ്ധിക്കണം, PM ഗതിശക്തി എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതിയാണ്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ PM ഗതിശക്തിയാണ്. എന്താണ് PM ഗതിശക്തി? രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതിയാണ് PM ഗതിശക്തി. അടുത്തത്, സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. ഇത് ശ്രദ്ധിച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. എന്താണ് വാട്ടർ ബെല്ല്? സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. വാട്ടർ ബെല്ല് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച സംവിധാനമാണ്. എന്തിനു വേണ്ടി? സ്കൂളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ. എന്താണ്? സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. എന്താണ് വാട്ടർ ബെല്ല്? സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെൽ. കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ശ്രദ്ധിക്കണം, കാഴ്ചാ പരിമിതിയെ ചെറുക്കാനുള്ള പദ്ധതിയാണ് ആശാ കിരൺ. ആശാ കിരൺ എന്താണ്? കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ആശാ കിരൺ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ ആണെന്ന് ഓർത്തു വെച്ചോണം. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഞ്ച് ബെല്ല്. എന്താണ്? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെല്ല്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചോണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ. എന്താണ് ലഞ്ച് ബെൽ? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ. ലഞ്ച് ബെൽ ആരുടെ പദ്ധതിയാണ്? കുടുംബശ്രീയുടെ ഓൺലൈൻ പദ്ധതിയാണെന്ന് ഓർത്തോണം.
കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് എന്ത്? ലഞ്ച് ബെൽ. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗമാണ് ഡിജിക്കൂട്ടം. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗം ഡിജിക്കൂട്ടം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഒന്ന് നമ്മൾ നോക്കിയത് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. സ്നേഹഹസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ജനനി. ജനനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യതാ നിവാരണ പദ്ധതി. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജനനി. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി കെയർ പദ്ധതി. കെയർ പദ്ധതി കേരള സർക്കാർ പദ്ധതി. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണം. ലക്ഷ്യം എന്താണ്? അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണം. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റ് എന്താണ്? പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കെ ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക്, എത്രയാണ്? 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. എന്താണ്? ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റ് പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതിയാണ് PM ഗതിശക്തി. എന്താണ് PM ഗതിശക്തി? ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PM ഗതിശക്തി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയാണ്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതിയാണ് PM ഗതിശക്തി. എന്താണ് PM ഗതിശക്തി? രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി PM ഗതിശക്തി. എന്താണ് PM ഗതിശക്തി? രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി PM ഗതിശക്തി. സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. എന്താണ് വാട്ടർ ബെല്ല്? സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെല്ല്. വാട്ടർ ബെല്ല് ആരംഭിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ലക്ഷ്യം എന്താണ്? സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ബെല്ല്. അടുത്തത്, കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആശാ കിരൺ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ. എന്തിനെ ചെറുക്കാൻ? കാഴ്ചാ പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ
എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണമെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ. എന്താണ് ലഞ്ച് ബെൽ? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണമെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ. ലഞ്ച് ബെൽ എന്താണ്? ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം. ആരംഭിക്കുന്നത് ആരാണ്? കുടുംബശ്രീ. കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ. ലഞ്ച് ബെൽ എന്താണ്? ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം കുടുംബശ്രീ ആരംഭിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗമാണ് ഡിജിക്കൂട്ടം. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗം ഡിജിക്കൂട്ടം. എന്താണ് ഡിജിക്കൂട്ടം? ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗമാണ് ഡിജിക്കൂട്ടം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം നോക്കാം. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വി ഹെൽപ്പ്. എന്താണ് വി ഹെൽപ്പ്? ടെലി കൗൺസിലിംഗ് പദ്ധതി. ആദ്യം വി ഹെൽപ്പ് എന്താണെന്ന് ഓർത്തിരിക്കേണ്ടത് ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ്. വി ഹെൽപ്പ് എന്താണ്? ടെലി കൗൺസിലിംഗ് പദ്ധതി. ഈ പദ്ധതി ആർക്കു വേണ്ടിയാണ്? പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. എന്താണ് വി ഹെൽപ്പ്? പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി വി ഹെൽപ്പ്. വി ഹെൽപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. വി ഹെൽപ്പ് എന്താണ്? അതൊരു ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ്. ഈ ടെലി കൗൺസിലിംഗ് പദ്ധതി എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വി ഹെൽപ്പ്. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഹാരിയർ. എന്താണ് ഹാരിയർ? വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഹാരിയർ. ഹാരിയർ എന്താണ്? വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ. ഹാരിയർ എന്ന പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന വനം വകുപ്പാണ്. ഈ സംസ്ഥാന വനം വകുപ്പ് എന്തിനു വേണ്ടിയാണ് ഈ ഹാരിയർ പദ്ധതി കൊണ്ടുവന്നത്? വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ടാണ് സംസ്ഥാന വനം വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. ഓർഡർ എന്താണ്? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. എന്താണ് ഓർഡർ?
ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ. ഓർഡർ ആരംഭിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്തിനു വേണ്ടി? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. അടുത്തത്, ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ്. ഹരിതമിത്രം. എന്താണ്? ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ്. എന്താണ്? ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് സുവിധ ആപ്പ് എന്താണ്? ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ്. അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. എന്താണ്? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. എന്താണ് ഓപ്പറേഷൻ ഓവർലോഡ്? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. സംസ്ഥാന വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. എന്തിനു വേണ്ടി? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാനത്തെ വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡ് ആരംഭിച്ചത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എന്തിനു വേണ്ടി ആരംഭിച്ചതാണ്? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. അടുത്തത്, വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. എന്താണ് ക്വിക്ക് സെർവ്? വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. ഇതിനു മുന്നേ നമ്മൾ കെ ലിഫ്റ്റ് എന്ന പദ്ധതി കണ്ടിരുന്നു, കുടുംബശ്രീ ആരംഭിച്ച. അതുകൂടാതെ കുടുംബശ്രീയുടെ അടുത്ത പദ്ധതിയാണ് ക്വിക്ക് സെർവ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. ക്വിക്ക് സെർവ് എന്താണ്? വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. എന്താണ് നേർവഴി? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. നേർവഴി എന്താണ്? എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. നേർവഴി എന്താണ്? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. എന്താണ് അതിൻ്റെ ലക്ഷ്യം? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? നേർവഴി.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ത്യ AI മിഷൻ. ഇന്ത്യ AI മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ പദ്ധതി നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടായിരുന്നു, PM ഗതിശക്തി. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഇന്ത്യ AI മിഷൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ത്യ AI മിഷൻ. എന്താണ് ഇന്ത്യ AI മിഷൻ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ത്യ AI മിഷൻ. ഇന്ത്യ AI മിഷൻ ആരാണ് ആരംഭിച്ചത്? ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. എന്തിനു വേണ്ടി? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി. എന്തിനു വേണ്ടി? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഇന്ത്യ AI മിഷൻ. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. എന്താണ്? സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. ഹോമിയോപ്പതി ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വന്ധ്യ നിവാരണ പദ്ധതി ഏതാണ്? ജനനി. എന്താണ്? ഹോമിയോപ്പതി ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വന്ധ്യ നിവാരണ പദ്ധതിയാണ് ജനനി. നമ്മൾ മുമ്പേ കണ്ടിരുന്നു. അതുകൂടാതെ ഹോമിയോപ്പതി വകുപ്പിൻ്റെ അടുത്ത പദ്ധതി എന്താണ്? ഹോമിയോപ്പതി വകുപ്പിൻ്റെ അടുത്ത പദ്ധതിയാണ് സീതാലയം. എന്താണ്? സീതാലയം. സീതാലയം എന്നതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? സ്ത്രീകളുടെ മാനസിക, ശാരീരിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. സീതാലയം എന്താണ്? സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ ഇരുന്ന് ഉറച്ച് പറയുക. എത്രത്തോളം ഉറച്ച് പറയുന്നോ അത്രത്തോളം മനസ്സിൽ തട്ടും. നമ്മൾ അത് ഓർത്തിരിക്കും. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ്? സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ. എവിടെയാണ്? സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ. എവിടെയാണ് ഇന്ത്യക്കാരകപ്പെട്ടത്? ഹെയ്ത്തിയിൽ. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ആരാരംഭിച്ച രക്ഷാപ്രവർത്തനം? ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി വി ഹെൽപ്പ്. വി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെലി കൗൺസിലിംഗ് പദ്ധതിയാണെന്ന് ഓർത്തിരിക്കണം. അതിൻ്റെ ലക്ഷ്യം
പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. എന്താണ് ടെലി കൗൺസിലിംഗ് പദ്ധതി? ഏതാണ്? വി ഹെൽപ്പ് ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ്. ലക്ഷ്യം പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. ആർക്കു വേണ്ടി ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വി ഹെൽപ്പ്? സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വി ഹെൽപ്പ്. വി ഹെൽപ്പ് എന്താണ്? പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും. ആർക്കു വേണ്ടി? പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വി ഹെൽപ്പ് ടെലി കൗൺസിലിംഗ് പദ്ധതി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന ആർക്കൊക്കെ വേണ്ടി? കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി വി ഹെൽപ്പ്. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ. വനം വകുപ്പിൻ്റെ ഒരു പദ്ധതിയും കൂടെ നമ്മൾ പഠിച്ചായിരുന്നു. ഏതാന്ന് ഓർമ്മയുണ്ടോ? സ്നേഹഹസ്തം. അതെന്തായിരുന്നു? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയായിരുന്നു സ്നേഹഹസ്തം. എന്താണ്? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. അടുത്ത വനം വകുപ്പിൻ്റെ പദ്ധതി എന്താണ്? ഹാരിയർ. സ്നേഹഹസ്തം കഴിഞ്ഞ് വനം വകുപ്പിൻ്റെ അടുത്ത പദ്ധതി ഹാരിയർ. എന്താണ് ഹാരിയർ? വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഹാരിയർ. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് ഹാരിയർ എന്ന പദ്ധതി കൊണ്ടുവന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ്? ഓർഡർ. എന്താണ് ഓർഡർ? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. ഓർഡർ എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ്. എന്തിനു വേണ്ടി? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഓർഡർ. എന്തിനു വേണ്ടി? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. ഹരിത കർമ്മസേന. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹരിതമിത്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. എന്താണ് ഹരിതമിത്രം? ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവിഷ്കരിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. എന്താണ് ഹരിതമിത്രം? ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ഹരിതമിത്രം.
ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പ് ഏതാണ്? ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് സുവിധ ആപ്പ് ഹജ്ജ് തീർത്ഥാടകർക്കായി. ഹരിതമിത്രം, ഹരിത കർമ്മസേന. ഹജ്ജ് സുവിധ ആപ്പ് ഹജ്ജ് തീർത്ഥാടകർക്കായി. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ്. ശ്രദ്ധിക്കണം, ഹജ്ജ് സുവിധ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് കേന്ദ്ര സർക്കാർ ആപ്പാണ്. അതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അത് ആർക്കു വേണ്ടി? ഹജ്ജ് തീർത്ഥാടകർക്കായി. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ്. അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. എന്താണ് ഓപ്പറേഷൻ ഓവർലോഡ്? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഒരു പരിശോധനയാണ്. എന്താണ്? സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ്. ആരാണ് ഈ പരിശോധന നടത്തിയത്? വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്തിനു വേണ്ടി? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ. എന്തിനു വേണ്ടി? അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഇതിനു മുന്നേ നമ്മളൊരെണ്ണം കണ്ടായിരുന്നു. ഒരു ഓർഡർ പദ്ധതി ഓർക്കുന്നുണ്ടോ? അത് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. ഇതെന്താണ്? ഓപ്പറേഷൻ ഓവർലോഡാണ്. അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഓവർലോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അമിത ഭാരം ആണ് ഉദ്ദേശിക്കുന്നത്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ക്വിക്ക് സെർവ്. ഇത് നമ്മളൊന്നും മുന്നേ കണ്ടതാണ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. എന്താണ് ക്വിക്ക് സെർവ്? വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ക്വിക്ക് സെർവ്. കുടുംബശ്രീയുടെ വന്ധ്യനിവാരണ ഹോമിയോപ്പതിയുടെ വന്ധ്യനിവാരണ പദ്ധതിയായിരുന്നു ഏത്? ജനനി. കുടുംബശ്രീയുടെ പദ്ധതി ഏതായിരുന്നു? കെ ലിഫ്റ്റ്. ഒരു പദ്ധതിയും കൂടെ നമ്മൾ പഠിച്ചായിരുന്നു കുടുംബശ്രീയുടെ, കെ ലിഫ്റ്റ്. ഇത് ക്വിക്ക് സെർവ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ക്വിക്ക് സെർവ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. എന്താണ് നേർവഴി? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. എന്താണ് നേർവഴി? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. എന്താണ് ലക്ഷ്യം? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. എന്താണ് നേർവഴി? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം
തടയുന്നതിനായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? നേർ വഴി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഇന്ത്യ AI മിഷൻ. എന്താണ് ഇന്ത്യ AI മിഷൻ? ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി. ഇന്ത്യ AI മിഷൻ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി. എന്തിനു വേണ്ടി? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ഇന്ത്യ AI മിഷൻ. എന്താണ് ഇന്ത്യ AI മിഷൻ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഇന്ത്യ AI മിഷൻ. എന്താണ് ഇന്ത്യ AI മിഷൻ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഇന്ത്യ AI മിഷൻ. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സീതാലയം. കുടുംബശ്രീയുടെ 2 പദ്ധതി നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? കെ ലിഫ്റ്റും കിക്ക് സെർവും. അതുകൂടാതെ ഹോമിയോപ്പതിയുടെ 2 പദ്ധതികൾ ഏതൊക്കെയാണ്? ജനനി. ജനനി എന്ന് പറയുമ്പോൾ വന്ധ്യ നിവാരണ പദ്ധതിയാണ്. അതുകൂടാതെ സീതാലയം. ഈ 2 എണ്ണമാണ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വന്നത്. അടുത്തൊരു ഓപ്പറേഷനാണ് സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ. എവിടെയാണ് സായുധ കലാപം നടക്കുന്നത്? ഹെയ്തിയിൽ. സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ, ആരെയാണ്? ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ഓപ്പറേഷൻ ഇന്ദ്രാവതി. അതായത് ഹെയ്ത്തിയിൽ സായുധ കലാപത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? ഹെയ്ത്തിയിൽ സായുധ കലാപത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനായി അല്ലെങ്കിൽ അവരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഏത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? സായുധ കലാപത്തിൽ. എവിടെയാണ് സായുധ കലാപം നടക്കുന്നത്? ഹെയ്ത്തിയിൽ. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ആരെ രക്ഷിക്കാൻ? ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ആര് നടത്തുന്ന? ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഏത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. എന്താണ്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. സാക്ഷം ആർക്കു വേണ്ടിയുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ് സാക്ഷം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, സാക്ഷം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആർക്കു വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. അതെന്തിനു വേണ്ടിയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നത്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം.
ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം. എന്താണ് ശരണബാല്യം? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം. എന്താണ് ശരണബാല്യം? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം. എന്താണ് ശരണബാല്യം? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് പറയും? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണബാല്യം. എന്താണ് ശരണബാല്യം? ആരാണിത് നടപ്പിലാക്കുന്നത്? സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ശരണബാല്യം. എന്തിനു വേണ്ടിയാണ് സംസ്ഥാന ശിശു വികസന വകുപ്പ് ഇത് നടപ്പിലാക്കുന്നത്? ബാലചൂഷണം തടയാൻ. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണബാല്യം. ശരണബാല്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാലചൂഷണം തടയാൻ. ബാലചൂഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ബാലചൂഷണം തടയാൻ ആയിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം. ബാലചൂഷണം ശരണബാല്യം. എന്താണ്? ബാലചൂഷണം തടയാൻ വേണ്ടിയാണ്, പ്രത്യേകം ഓർത്തു വെച്ചോണം. ബാലചൂഷണം ശരണബാല്യം. എന്തിനു വേണ്ടി? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത്? ശരണബാല്യം. എന്താണ് ശരണബാല്യം? ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ശരണബാല്യം. ബാലചൂഷണം ശരണബാല്യം. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. എന്താണ് ബന്ധു പദ്ധതി? ബന്ധു പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. എന്താണ്? തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി ബന്ധു പദ്ധതി. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? റെയിൽ മൈത്രി. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി. അപ്പം റെയിൽ മൈത്രി എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആർക്കു വേണ്ടിയാണ് ഇത് പുറത്തിറക്കിയത്? റെയിൽവേ പോലീസിന് വേണ്ടി. റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത്? റെയിൽ മൈത്രി. റെയിൽ മൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി. എന്തിനു വേണ്ടിയാണ് ഇത് പുറത്തിറക്കിയത്? കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്
റെയിൽ മൈത്രി. എന്താണ് റെയിൽ മൈത്രി? കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി. എന്താണ് റെയിൽ മൈത്രി? കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി ആരംഭിച്ച അല്ലെങ്കിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. എന്താണ് പൊൻവാക്ക്? ശൈശവ വിവാഹം തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി പൊൻവാക്ക്. ഇതുകൂടാതെ നമ്മൾ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു പദ്ധതി ശരണബാല്യം പഠിച്ചായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? ബാലചൂഷണം തടയാൻ വേണ്ടി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. പൊൻവാക്കോ? ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക്. ശരണബാല്യം ബാലചൂഷണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ചു. പൊൻവാക്കോ? ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഇത് രണ്ടും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി കാസ്പ്. എന്താണ് കാസ്പ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി കാസ്പ്. എന്താണ് കാസ്പ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് എന്ത്? കാസ്പ്. കാസ്പ് എന്താണ്? ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി. കാസ്പ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് കാസ്പ്. കാസ്പിൻ്റെ പ്രത്യേകത എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് എന്ത്? കാസ്പ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിൽ എത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ഏത്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. എന്താണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. എന്താണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിൽ എത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. എന്താണ്? പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? വീട്ടുമുറ്റത്തെ വിദ്യാലയം. വീട്ടുമുറ്റത്തെ വിദ്യാലയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതി. പഠന പിന്തുണ നൽകുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ആര് പിന്തുണ നൽകുന്നു? അധ്യാപകർ. ആർക്ക് പിന്തുണ നൽകുന്നു? പഠന നിലവാരത്തിൽ പിന്നിലുള്ള വിദ്യാർത്ഥികളെ വീടുകളിലെത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ഏത്? വീട്ടുമുറ്റത്തെ വിദ്യാലയം.
അടുത്തത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ഏതാണ്? ദേവഹരിതം പദ്ധതി. എന്താണ്? തിരുവിതാംകൂറിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ദേവഹരിതം. ദേവസ്വം ബോർഡ് ദേവഹരിതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ, എവിടെയാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതിയാണ് ദേവഹരിതം പദ്ധതി. ദേവഹരിതം പദ്ധതി ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതിയാണ് ദേവഹരിതം. റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ഏതാണ്? ദേവഹരിതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ദേവഹരിതം. ദേവഹരിതം പദ്ധതി എന്തിനു വേണ്ടി വന്നതാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ദേവഹരിതം. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ്. എന്താണ്? ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ്. ഇതൊരു ലെങ്തി വീഡിയോ ആണെന്നറിയാം, പക്ഷേ ഈ വീഡിയോയിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും തോറും നമ്മളിത് മൈൻഡിൽ തട്ടി നമ്മളിത് പഠിച്ചു പോവുകയാണ്. അപ്പം പിന്നീട് ഇതെടുത്ത് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം ഈ ലെങ്തി വീഡിയോ കുറച്ച് സാവകാശത്തിലിരുന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇത് റിവൈസ് ചെയ്തെടുത്താൽ മതി, എളുപ്പമുണ്ടാവും. അതുകൊണ്ട് ഇച്ചിരി ക്ഷമിച്ചിരിക്കുക. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതിയാണ് ഏത്? ഹാറ്റ്സ്. എന്താണ് ഹാറ്റ്സ്? ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ്. ഹാറ്റ്സ് എന്താണ്? ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ് ഈ ഹാറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടി കൊണ്ടുവന്ന, ആർക്ക് വേണ്ടിയാണത് കൊണ്ടുവന്ന? പോലീസുകാർക്ക് വേണ്ടിയാണത് കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ്. അതായത് ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ കൊണ്ടുവന്ന കൗൺസിലിംഗ് പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ഹാറ്റ്സ്. ഹാറ്റ്സ് എന്താണ്? അതൊരു കൗൺസിലിംഗ് പദ്ധതിയാണ്. അത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്? പോലീസുകാർക്ക് വേണ്ടി. അതായത് ജോലി സ്ഥലത്ത് അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ ലഘൂകരിക്കാൻ, അത് പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഏത്? ഹാറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു കൗൺസിലിംഗ് പദ്ധതിയാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ആർക്ക് വേണ്ടി? പോലീസുകാർക്ക് വേണ്ടി. അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഏത്? ഹാറ്റ്സ്. എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന സംവിധാനം ഡിജി യാത്ര. എന്താണ് ഡിജി യാത്ര? വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന സംവിധാനം ഡിജി യാത്ര. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡിജി യാത്ര. ഡിജി യാത്ര എന്താണ്? ഒരു കടലാസ് രഹിത പരിശോധനയാണ്. എന്താണ്? കടലാസുരഹിത പരിശോധന സംവിധാനമാണ് ഏത്? ഡിജി യാത്ര. വിമാനത്താവളങ്ങളിൽ നിർമ്മിത
ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന സംവിധാനമാണ് ഡിജി യാത്ര. എന്താണ് ഡിജി യാത്ര? വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധനാ സംവിധാനം ഡിജി യാത്ര. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഏത്? ഹോപ്പ്. ഹോപ്പ് എന്താണ്? SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതി ഹോപ്പ്. ഹോപ്പ് ആരുടെ പദ്ധതിയാണ്? കേരള പോലീസ് പദ്ധതി. കേരള പോലീസ് പദ്ധതി ഹോപ്പ് എന്തിനു വേണ്ടി കൊണ്ടുവന്നു? SSLC +2 പരീക്ഷകളിൽ തോറ്റവർ. പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം. SSLC +2 പരീക്ഷകളിൽ തോറ്റവർ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതി ഏതാണ്? ഹോപ്പ്. ഹോപ്പ് എന്താണ്? SSLC +2 പരീക്ഷകളിൽ തോറ്റവർക്കും പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കും അവരെയെല്ലാം കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതി ഹോപ്പ്. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതി ഹോപ്പ്. എന്താണ് ഹോപ്പ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാരാണ് തുടങ്ങിയത്? ഇത് കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണ്. ഏത്? ഹോപ്പ്. SSLC +2 പരീക്ഷയിൽ തോറ്റവർക്കും പാതി വഴിയിൽ പഠനം